റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 48ാമത്തെ നിയമം രൂപമില്ലായ്മ. ഈ നിയമം പറയുന്നത് നിങ്ങൾ ഒരു പ്രത്യേക രൂപത്തിൽ ഒതുങ്ങിനിൽക്കരുത് എന്നതാണ്. നിങ്ങൾക്ക് ഒരു പ്രത്യേക രൂപമോ സ്വഭാവമോ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ എതിരാളികൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ രൂപം മാറ്റുമ്പോൾ നിങ്ങളുടെ എതിരാളികൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരു അദൃശ്യ ശക്തിയായി മാറുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. കൂടുതൽ വിശദമായ വിവരണം. ഒരു പ്രതിരോധന ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ പ്രധാന തത്വം. നിങ്ങൾ ഒരു പാറ പോലെ കഠിനമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ എതിരാളികൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ വെള്ളം പോലെ മൃദുവായിരിക്കുമ്പോൾ നിങ്ങളുടെ എതിരാളികൾക്ക് നിങ്ങളെ ആക്രമിക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ രൂപം മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഒരു വലിയ അധികാരമുണ്ടെന്ന് ആളുകൾക്ക് തോന്നും. നിങ്ങൾ ഈ നിയമം ഉപയോഗിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്വഭാവം മാറ്റുക. നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം, രൂപം, സംസാരം എന്നിവയെല്ലാം മാറ്റുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മറച്ചുവെക്കുക. നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ആളുകളെ അറിയിക്കാതിരിക്കുക. ആളുകൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ കഴിയും. നിഗൂഢ നിലനിർത്തുക. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ആളുകളെ അറിയിക്കാതിരിക്കുക. നിങ്ങൾ ഒരു സാധാരണക്കാരനല്ലെന്ന് ആളുകൾക്ക് തോന്നിപ്പിക്കുക. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു പ്രത്യേക രൂപത്തിൽ ഒതുങ്ങി നിൽക്കരുത്. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒരു പ്രത്യേക സൈനിക രൂപമുണ്ടായിരുന്നില്ല. അദ്ദേഹം തന്റെ യുദ്ധങ്ങൾക്കനുസരിച്ച് തന്റെ സൈനിക രൂപം മാറ്റി. ഈ മാറ്റം കാരണം അദ്ദേഹത്തിന് പേർഷ്യൻ സൈന്യത്തെ എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിഞ്ഞു. സിനിമ. ഹാരി പോട്ടർ. വോൾഡ്മോർട്ട് ഹാരി പോട്ടറെ നേരിടാൻ ശ്രമിച്ചപ്പോൾ ഹാരി ഒരു പ്രത്യേക രൂപത്തിൽ ഒതുങ്ങി നിന്നില്ല. ഹാരി തന്റെ രൂപം മാറ്റുമ്പോൾ വോൾഡ്മോർട്ടിന് ഹാരിയെ നേരിടാൻ കഴിഞ്ഞില്ല. ചരിത്രം. ചാണക്യൻ. ചാണക്യൻ നന്ദ രാജാവിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക രൂപത്തിൽ ഒതുങ്ങി നിന്നില്ല. ചാണക്യൻ തന്റെ രൂപം മാറ്റിയപ്പോൾ നന്ദ രാജാവിന് ചാണക്യനെ നേരിടാൻ കഴിഞ്ഞില്ല. സിനിമ. ദി ലോർഡ് ഓഫ് ദി റിംഗ്സ്. ഈ സിനിമയിലെ സ്മഗിൾ എന്ന കഥാപാത്രം ഒരു പ്രത്യേക രൂപത്തിൽ ഒതുങ്ങി നിന്നില്ല. സ്മഗിൾ തന്റെ രൂപം മാറ്റിയപ്പോൾ ആരും അവനെ വിശ്വസിച്ചില്ല. ചരിത്രം. വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ നാസി ജർമ്മനിയെ നേരിട്ടപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക രാഷ്ട്രീയ രൂപത്തിൽ ഒതുങ്ങി നിന്നില്ല. ചർച്ചിൽ തന്റെ രാഷ്ട്രീയ രൂപം മാറ്റിയപ്പോൾ നാസികൾക്ക് ചർച്ചിലിനെ നേരിടാൻ കഴിഞ്ഞില്ല. സിനിമ. ദി ഡാർക്ക് നൈറ്റ്. ജോക്കർ എന്ന വില്ലൻ ബാറ്റ്മാനെ നേരിടാൻ ശ്രമിച്ചപ്പോൾ ജോക്കർ ഒരു പ്രത്യേക രൂപത്തിൽ ഒതുങ്ങി നിന്നില്ല. ജോക്കർ തന്റെ രൂപം മാറ്റിയപ്പോൾ ബാറ്റ്മാന് ജോക്കറിനെ നേരിടാൻ കഴിഞ്ഞില്ല. ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട്. നെപ്പോളിയൻ റഷ്യ ആക്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക സൈനിക രൂപത്തിൽ ഒതുങ്ങി നിന്നില്ല. നെപ്പോളിയൻ തന്റെ സൈനിക രൂപം മാറ്റിയപ്പോൾ റഷ്യൻ സൈന്യത്തിന് നെപ്പോളിയനെ നേരിടാൻ കഴിഞ്ഞില്ല. സിനിമ. ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ തന്റെ എതിരാളികളെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക മാഫിയ രൂപത്തിൽ ഒതുങ്ങി നിന്നില്ല. ഡോൺ തന്റെ രൂപം മാറ്റിയപ്പോൾ എതിരാളികൾക്ക് ഡോണിനെ നേരിടാൻ കഴിഞ്ഞില്ല. ചരിത്രം. ക്ലിയോപാട്ര. ക്ലിയോപാട്ര റോമൻ ഭരണാധികാരികളെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അവർ ഒരു പ്രത്യേക രൂപത്തിൽ ഒതുങ്ങി നിന്നില്ല. ക്ലിയോപാട്ര തന്റെ രൂപം മാറ്റിയപ്പോൾ റോമൻ ഭരണാധികാരികൾക്ക് അവളെ നേരിടാൻ കഴിഞ്ഞില്ല. സിനിമ. മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഡോക്ടർ സണ്ണി ഗംഗയെ ചികിത്സിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക രൂപത്തിൽ ഒതുങ്ങി നിന്നില്ല. ഡോക്ടർ സണ്ണി തന്റെ രൂപം മാറ്റിയപ്പോൾ ഗംഗയ്ക്ക് ഡോക്ടറെ നേരിടാൻ കഴിഞ്ഞില്ല.